ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആൾക്ക് നഫ്സുൽ അമ്മാറയുണ്ട്. നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സാണ്. ആ മനസ്സ് സ്വയമായി ഉണ്ടാകുന്നതല്ല. അവൻ്റെ സമൂഹം അതിലേക്ക് പ്രേരിപ്പിക്കും, അവൻ്റെ കുടുംബാംഗങ്ങൾ അതിലേക്ക് പ്രേരിപ്പിക്കും, അവൻ്റെ ചുറ്റുവട്ടങ്ങളും സ്കൂളുകളും കോളേജുകളും അതിലേക്ക് പ്രേരിപ്പിക്കും. അത് ഇൻഡിവിജ്വലായിട്ട് പ്രേരിപ്പിക്കും, മാസ്സായിട്ട് പ്രേരിപ്പിക്കും. ഇൻഡിവിജ്വലായിട്ട് അഥവാ ഏകമായിട്ട് പ്രേരിപ്പിക്കൽ ഒരു സുഹൃത്തായിരിക്കും. അവൻ ഒറ്റയ്ക്ക് വലിക്കുന്ന സമയത്ത് ഇതൊന്ന് വലിച്ചു നോക്കട എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്, അഥവാ ഒറ്റയ്ക്കുള്ള ഒരു ക്ഷണമാണ്. എന്നാൽ ഒരു നല്ല രീതിയിൽ ഒരു സെലിബ്രേഷൻ വരുമ്പോൾ, ഒരു ആഘോഷം വരുമ്പോൾ മാസ്സായിട്ട് കുട്ടികൾ അത് ചെയ്യും. ഒട്ടുമിക്ക കുട്ടികളും ഇതിൽ പെട്ടുപോകുന്നത് മാസ്സായിട്ട് ചെയ്യുമ്പോഴാണ്. ഉദാഹരണത്തിന് ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അവർ പാർട്ടി ഉണ്ടാക്കുന്നു. ആ പാർട്ടിയിൽ അവർ മോശമായ പ്രതലത്തിലേക്ക് മാസ്സായിട്ട് കിടക്കുന്നു. ഒരാൾ മാത്രമല്ല, അവൻ്റെ ചങ്ക് ബ്രോസ് മൊത്തത്തിൽ അന്ന് ചിലപ്പോൾ കുപ്പി വിളമ്പുന്ന ആളുകളായി മാറുന്നു. അത് ചിലപ്പോൾ ഡോക്ടേഴ്സ് പോലും. അങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം വലിയ വലിയ ഡോക്ടേഴ്സിൻ്റെ ക്ലബ്ബുകളും മീറ്റിങ്ങുകളും നടക്കുമ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട പെങ്ങളുടെ മകൻ ഡോക്ടേഴ്സിൻ്റെ മലപ്പുറം ജില്ലയുടെ പ്രസിഡൻ്റായിരുന്നു. അന്ന് അവൻ എന്നെ വിളിച്ചിട്ട്, ഡോക്ടർ റിയാസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന പരിപാടിയുണ്ട്, അതിലേക്ക് ഞാൻ പോകണമെന്ന്. എന്താ പോയാൽ? ആ പറഞ്ഞു, പിന്നെ എന്നെ വിളിക്കുന്നത് മാമനെന്നോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് പേരുണ്ട്, അത് ഞാൻ ഇപ്പോൾ മൈക്കിലൂടെ പറയുന്നില്ല. ആ പേര് വിളിച്ചുകൊണ്ട് എന്നോട് പറയാണ്, അതിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മദ്യം വിളമ്പുക എന്നത് നിർബന്ധമാണ്. മദ്യപിക്കാത്ത ഡോക്ടേഴ്സ് വളരെ കുറവാണ്. അവൻ പറഞ്ഞ കാര്യം അങ്ങനെയാണ്. നല്ലൊരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അതിലല്ലാത്ത മറ്റുള്ളവരൊക്കെ അവസാനം വരുമ്പോൾ ക്ഷണിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നത് പാർട്ടിയുണ്ടോ എന്നാണ്. ഡോക്ടേഴ്സ് പോലും അങ്ങനെയായി മാറുന്നു. നിങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരൾ ഇന്നതാകും, ഇന്നതൊക്കെയാകും എന്നൊക്കെ പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സ് പോലും സെലിബ്രേഷൻ വരുമ്പോൾ, ആഘോഷങ്ങൾ വരുമ്പോൾ, ഇത്തരത്തിലുള്ള ദിവസങ്ങൾ വരുമ്പോൾ അതിൽ പെട്ടുപോകുന്നു എന്നതാണ്. ബർത്ത്ഡേ പാർട്ടിക്ക് ആഘോഷത്തിന് പോകുന്ന എത്രയോ കുട്ടികൾ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. മാരേജ് ഫംഗ്ഷൻ്റെ, നാളെ മാരേജ് ആണെങ്കിൽ തലേന്നത്തെ രാത്രിയുടെ കല്യാണത്തിന് വേണ്ടി പോകുന്നവർ ഇതിൽ പെടുന്നുണ്ട്.